ഇന്ന് നമ്മൾ കാണുന്ന ഈ വിശാലമായ പ്രപഞ്ചം, നക്ഷത്രങ്ങൾ, ഗാലക്സികൾ, ഗ്രഹങ്ങൾ എന്നിവയെല്ലാം എങ്ങനെയുണ്ടായി? നൂറ്റാണ്ടുകളായി ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം തേടുകയായിരുന്നു. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ശാസ്ത്രജ്ഞർ വിശ്വസിച്ചിരുന്നത് ഈ പ്രപഞ്ചം സ്ഥിരമാണ്, അതിനൊരു തുടക്കമില്ല. ശാസ്ത്രജ്ഞനായ ജോർജ് ലെമേറ്റർ ഒരു ആശയം മുന്നോട്ട് വെച്ചു. പ്രപഞ്ചം ഒരിക്കൽ വളരെ ചെറിയ ഒരു ബിന്ദുവിൽ നിന്നുണ്ടായതാണ്. അത് വികസിച്ച് നമ്മൾ ഇന്ന് കാണുന്ന പ്രപഞ്ചമായി മാറി. തന്റെ ഈ ആശയം പല ശാസ്ത്രജ്ഞർക്കും അസംബന്ധമായാണ് തോന്നിയത്. അവർ വിശ്വസിച്ചിരുന്ന പ്രപഞ്ചം സ്ഥിരമാണെന്നാണ്. കേവലം ഒരു ബിന്ദുവിൽ നിന്നും ഈ പ്രപഞ്ചം ഉണ്ടായി എന്നത് അവർക്ക് വെറും അസംബന്ധമായി തോന്നി. ചിലർ അതിനെ പരിഹസിക്കുകയും ചെയ്തു. തന്റെ ആശയം തെളിയിക്കാൻ യാതൊരു തരത്തിലുള്ള തെളിവുകളും തന്റെ പക്കലില്ലായിരുന്നു. തന്റെ പതിവ് ജോലിയായ വാനനിരീക്ഷണത്തിലായിരുന്നു എഡ്വിൻ ഹബിൾ. ഗാലക്സികളെ നിരീക്ഷിക്കുകയായിരുന്നു താൻ. നിരീക്ഷണത്തിനിടയിൽ ഒരു വിചിത്രമായ കാര്യം തന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഗാലക്സികളെല്ലാം തമ്മിൽ നിന്ന് അകന്നു പോകുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് തനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. താൻ വീണ്ടും നിരീക്ഷിക്കാൻ തുടങ്ങി. താൻ മറ്റു ഗാലക്സികളെയും നിരീക്ഷിക്കാൻ തുടങ്ങി. അങ്ങനെ താൻ അത് ഉറപ്പാക്കി. ഗാലക്സികൾ തമ്മിൽ അകന്നു പോകുന്നു. ഹബിൾ തന്നോട് തന്നെ ഒരു ചോദ്യം ചോദിച്ചു: എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? അങ്ങനെ നീണ്ട നിരീക്ഷണത്തിനൊടുവിൽ തനിക്ക് ആ ചോദ്യത്തിനുള്ള ഉത്തരം ലഭിച്ചു. ഈ പ്രപഞ്ചം വികസിക്കുകയാണ്. അങ്ങനെ തന്റെ ഈ കണ്ടെത്തൽ ഹബിൾസ് ലോ എന്ന പേരിൽ പബ്ലിഷ് ചെയ്തു. ഹബിൾസ് ലോ ശാസ്ത്രത്തെ ഞെട്ടിച്ച ഒരു കണ്ടെത്തലായിരുന്നു. എന്നാൽ ഹബിൾസ് ലോ കൊണ്ട് ഏറെ ഉപകാരപ്പെട്ട ഒരാളുണ്ടായിരുന്നു. അതെ, ലെമൈറ്റർ. പരിഹസിച്ചു തള്ളിയ തന്റെ ആ ആശയം വീണ്ടും താൻ പൊടിതട്ടിയെടുത്തു. ലെമൈറ്റർ വീണ്ടും തന്റെ തിയറി അവതരിപ്പിച്ചു. ഇത്തവണ തന്റെ ആശയം കൂടുതൽ ശക്തമായിരുന്നു. കാരണം തെളിവായി ഹബിൾസ് ലോ ഉണ്ടായിരുന്നു. അങ്ങനെ അന്ന് പരിഹസിച്ചു തള്ളിയ തന്റെ ആ ആശയം ഇന്ന് അംഗീകരിക്കാൻ തുടങ്ങി. പിന്നീട് നമ്മൾ ആ ആശയത്തിന് ഒരു പേര് നൽകി: ദ ബിഗ് ബാങ് തിയറി. എന്നാൽ അവിടം കൊണ്ട് തീർന്നില്ല. 1965 ആർനോ പെൻസിയസ് ആൻഡ് റോബർട്ട് വിൽസൺ എന്നീ രണ്ട് ശാസ്ത്രജ്ഞർ കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ കണ്ടെത്തി. ഇത് ബിഗ് ബാങ്ങിന് ശേഷം ഉണ്ടായ ഒരു റേഡിയേഷൻ ആണ്. ഈ കണ്ടെത്തലുകൾക്ക് ശേഷം ലോകം മുഴുവൻ ബിഗ് ബാങ് തിയറി ശരിയാണെന്ന് അംഗീകരിച്ചു. ബിഗ് ബാങ് തിയറി ഏറെ ശക്തമായി മാറി. അപ്പോൾ എന്താണ് ബിഗ് ബാങ്? എങ്ങനെ ഇത് സംഭവിച്ചു? ഇന്ന് നമ്മൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ നക്ഷത്രങ്ങൾ, ഗാലക്സികൾ, അനന്തമായ ബഹിരാകാശം ഇതെല്ലാം സ്വാഭാവികമായി ഉണ്ടെന്ന് കരുതും. പക്ഷേ ഇതെല്ലാം ഒരിക്കൽ ഉണ്ടായിരുന്നില്ല. സമയമില്ല, സ്ഥലമില്ല, എന്തിനേറെ പറയുന്നു പ്രകാശം പോലുമില്ല. എല്ലാം ഒരൊറ്റ അത്യന്തം ചെറുതായ ചൂടും സാന്ദ്രതയും നിറഞ്ഞ ഒരു അവസ്ഥയിൽ ഒതുങ്ങിയിരുന്നു. ഈ അവസ്ഥയെ ശാസ്ത്രം സിംഗുലാരിറ്റി എന്ന് വിളിക്കുന്നു. ഏകദേശം 13.8 ബില്യൺ വർഷങ്ങൾക്ക് മുൻപ് ആ അവസ്ഥ പെട്ടെന്ന് മാറി. അത് ബിഗ് ബാങ് എന്ന തുടക്കമായിരുന്നു. ഒരു സാധാരണ പൊട്ടിത്തെറിയല്ലായിരുന്നു. സ്പേസ് തന്നെ വ്യാപിക്കാൻ ആരംഭിച്ച നിമിഷമായിരുന്നു അത്. ആദ്യ നിമിഷങ്ങളിൽ യൂണിവേഴ്സ് അതിവേഗത്തിൽ വിപുലീകരിച്ചു. ടെമ്പറേച്ചർ ആദ്യാന്തം ഉയർന്നിരുന്നു. വളരെ ചെറിയ സമയത്തിനുള്ളിൽ തന്നെ ചെറിയ ഗണങ്ങൾ, ക്വാർക്സ്, ഇലക്ട്രോൺസ് രൂപപ്പെട്ടു. പിന്നീട് അവ പ്രോട്ടോൺസ്, ന്യൂട്രോൺസ് ആയി മാറി. ഏതാനും ചില മിനിറ്റുകൾക്കുള്ളിൽ ഹൈഡ്രജൻ, ഹീലിയം പോലുള്ള ആദ്യ ഘടകങ്ങൾ രൂപപ്പെട്ടു. ഇതാണ് പിന്നീട് നക്ഷത്രങ്ങൾക്കും ഗാലക്സികൾക്കുമുള്ള അടിസ്ഥാനമായത്. പിന്നീട് ഏകദേശം 3.8 ലക്ഷം വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇലക്ട്രോൺസും പ്രോട്ടോൺസും ചേർന്ന് ആറ്റംസ് രൂപപ്പെട്ടു. അപ്പോൾ പ്രകാശം ആദ്യമായി സ്വതന്ത്രമായി സഞ്ചരിക്കാൻ തുടങ്ങി. ഇന്ന് നമ്മൾ കാണുന്ന കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് ആ പ്രാചീന പ്രകാശത്തിന്റെ ശേഷിപ്പാണ്. അതിനുശേഷം ഒരു നീണ്ട ഇരുണ്ട കാലഘട്ടം തുടങ്ങി. യൂണിവേഴ്സ് വലുതായിരുന്നു, പക്ഷേ നക്ഷത്രങ്ങൾ ഉണ്ടായിരുന്നില്ല. ആ കാലഘട്ടത്തെ നാം ഡാർക്ക് ഏജസ് എന്ന് വിളിക്കുന്നു. കോടിക്കണക്കിന് വർഷങ്ങൾക്കു ശേഷം ഗ്യാസ്, ക്ലൗഡ്സ്, ഗ്രാവിറ്റി കൊണ്ട് ഒത്തുചേർന്ന് അവയുടെ കേന്ദ്രങ്ങളിൽ ചൂട് കൂടുകയും ഒടുവിൽ ആദ്യ നക്ഷത്രങ്ങൾ ജനിക്കുകയും ചെയ്തു. ഈ നക്ഷത്രങ്ങൾ പിന്നീട് സൂപ്പർനോവയായി പൊട്ടി പുതിയ ഘടകങ്ങൾ സൃഷ്ടിച്ചു. ഇങ്ങനെ നക്ഷത്രങ്ങൾ ഒത്തുചേർന്ന് ഗാലക്സികൾ രൂപപ്പെട്ടു. അവയിലൊന്നാണ് നമ്മുടെ മിൽക്കി വേ. ഈ ഗാലക്സിയിൽ തന്നെ ഏകദേശം 4.6 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ സൂര്യൻ രൂപപ്പെട്ടു. അതിന്റെ ചുറ്റും ഗ്രഹങ്ങൾ ഉണ്ടായി. അവയിലൊന്നാണ് നമ്മുടെ ഭൂമി. പിന്നീട് അനവധി വർഷങ്ങൾക്ക് ശേഷം ഭൂമിയിൽ ജീവൻ ഉദിച്ചു. ഒടുവിൽ നമ്മളും.
1929 എഡ്വിൻ ഹബിൾ കണ്ടെത്തിയത് ഗാലക്സികൾ തമ്മിൽ അകന്നു പോകുന്നു എന്നതാണ്. അതിലൂടെ പ്രപഞ്ചം ഇപ്പോഴും എക്സ്പാൻഡ് ചെയ്യുകയാണെന്ന് തെളിഞ്ഞു. ഇത് ജോർജ് ലെമേറ്റർ എന്ന ശാസ്ത്രജ്ഞന്റെ ആശയമായ ബിഗ് ബാങ് തിയറിന്റെ ഏറ്റവും ശക്തമായ തെളിവുകളിൽ ഒന്നായി മാറി. ഇന്നും ഈ പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതിയ നക്ഷത്രങ്ങൾ ജനിക്കുന്നു, പഴയവ അസ്തമിക്കുന്നു, ഗാലക്സികൾ മാറുന്നു. അതായത് പ്രപഞ്ചം ഇന്നും ജീവിച്ചിരിക്കുന്നു. ഒരു ചെറിയ തുടക്കത്തിൽ നിന്നും ഇത്ര വലിയ ലോകമുണ്ടായി. അപ്പോൾ നാം എല്ലാം ആ ആദ്യ നിമിഷത്തിന്റെ ഒരു ഭാഗമാണ്.